പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സിപിഐയെ അനുനയിപ്പിക്കാൻ സിപിഐഎം നാളെ LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തും. സിപിഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിലാണ് കൂടിക്കാഴ്ച. പ്രതിപക്ഷ ഉപനേതാവ് പദവി സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐ. പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് സ്ഥാനങ്ങൾ CPM വഹിക്കുന്നതാണ് കീഴ്വഴക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിനെതിരെ പരസ്യമായി ബിനോയ് വിശ്വവും രംഗത്ത് വന്നിരുന്നു. PSC നിയമന തട്ടിപ്പിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കമ്മീഷന്റെ നിലപാടിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നിയമോപദേശം തേടിയ ശേഷമാകും PSC കൈക്കൊള്ളുക. അതേസമയം ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകും. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമായ രേഖകളും വിവരങ്ങളും ശേഖരിക്കാനാണ് നീക്കം. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശി AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാത്രി 10 മണിയോടെയാണ് മൃതദേഹങ്ങൾ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുക. തുടർന്ന് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കും. മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. വിയറ്റ്നാമിലെ ഫൂക്കോക്കിന് സമീപമാണ് ബോട്ട് മറിഞ്ഞ അപകടമുണ്ടായത്. വടകരയിലെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ പ്രതി ചേർക്കാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് റിബേഷ് കോടതിയെ സമീപിച്ചത്. നേരത്തെ നിരവധി തവണ റിബേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതൻ ഭാസ്കറിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലറുമായ R. സുഗതൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സർക്കാരിനോട് ഇന്ന് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. സത്യപ്രതിജ്ഞ ചെയ്യാനായി തന്നെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നാണ് സുഗതന്റെ ആവശ്യം. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കണം. കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് കാരണം തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാകുന്നില്ലെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് സർക്കാർ തന്നെ തടയുകയാണെന്നും R. സുഗതൻ ഹർജിയിൽ ആരോപിക്കുന്നു. വധശ്രമ കേസിൽ നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും കാപ്പ കേസ് ഇളവ് ലഭിച്ചാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാൻ സാധിക്കൂ.